ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഫേസ് വാഷ് ആയിട്ടാണേ. പക്ഷെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, നിങ്ങളാരും വാങ്ങി തേക്കാനും അല്ല കേട്ടോ ഞാനിത് പറയുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായം പറയാണ്. കാരണം നമ്മുടെ യൂട്യൂബിൽ കുറേ പേര് ആ വീഡിയോ കണ്ടു, ഈ വീഡിയോ കണ്ടു, അത് വാങ്ങി ഇത് വാങ്ങി തേച്ചു, തലയിൽ തേച്ചു, മുഖത്ത് തേച്ചു, ഇഷ്യൂ ആയി, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പറയുന്നില്ലേ. അപ്പം ഞാൻ ഇതിലൊരു എൻ്റെ ഒരു അഭിപ്രായം പറയാം കേട്ടോ. കാരണം ഞാൻ ഈ ഫേസ് വാഷ് വാങ്ങിയത് യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ടാണ്. ഓക്കെ, ഇത് ഫേസ് വാഷ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഡെർമാക്കോയുടെ 2% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്. ഓക്കെ, അപ്പോൾ ഞാൻ ബ്ലിങ്കിറ്റിലാട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ എല്ലാവരും പറയും നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന്. പക്ഷെ ഞാനത് ചെയ്യാറില്ല. ഞാൻ എന്ത് കിട്ടിയാലും അപ്പം തന്നെ എടുത്ത് തലയിലോ മുഖത്തോ എത്തിക്കും. ഓക്കെ, അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തിട്ട് അന്ന് രാത്രി തന്നെ ഞാനിത് തേച്ചു കേട്ടോ. മുഖത്തെടുത്ത് നന്നായിട്ട് അങ്ങ് സാധാരണ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ തന്നെ എടുത്ത് തേച്ചു, മുഖം കഴുകി. പിന്നെ എൻ്റെ മുഖം കുറച്ച് സെൻസിറ്റീവാണ് കേട്ടോ. മുഖം കഴുകി കുറച്ച് കഴിഞ്ഞാൽ മുഖം തുടച്ച പാടെ എനിക്ക് ഭയങ്കരമായിട്ട് ബേണിങ് ഫീൽ ചെയ്യാൻ തുടങ്ങി കേട്ടോ. മുഖമൊക്കെ ഇങ്ങനെ കവളൊക്കെ തുടുത്ത് എൻ്റെ ചുണ്ടിൻ്റെ അതായത് വായുടെ 2 സൈഡിലേ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പം തന്നെ ഞാൻ പോയിട്ട് വീണ്ടും ഒരു നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് വീണ്ടും ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ എടുത്ത് തേച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടി കേട്ടോ. പിന്നെ ഞാൻ 2ാമത്തെ ദിവസം ഞാനത് എടുത്തിട്ട് കുറച്ച് തേച്ചു. അപ്പോൾ വീണ്ടും എനിക്ക് അത് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി, ബേണിങ് ഫീൽ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ 2-3 ദിവസത്തേക്ക് ഞാൻ ഈ ഫേസ് വാഷ് യൂസ് ചെയ്തില്ല. ഞാൻ ഈ ഫേസ് വാഷ് എന്നല്ല, ഞാൻ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തില്ല. മുഖം ജസ്റ്റ് പച്ചവെള്ളത്തിൽ മാത്രം കഴുകിയിട്ട് എൻ്റെ മോയ്സ്ചറൈസർ മാത്രം യൂസ് ചെയ്തു. അതിനുശേഷം ഒരു 4-5 ദിവസത്തേക്ക് ഞാൻ ഈ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്തില്ല. പിന്നെ ഞാൻ ഈ ഫേസ് വാഷ് കാണുമ്പം ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഫേസ് വാഷ് കാണുമ്പോൾ എനിക്ക് തോന്നി, ഞാനെന്തിനാ പിന്നെ വാങ്ങിയത്, വെറുതെ ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങിയതല്ലേ, അപ്പോൾ ഒന്നുകൂടെ തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും എടുത്ത് തേച്ചു കേട്ടോ. എന്നിട്ട് തേച്ച് മുഖം കഴിയപ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല, ഒരു ഇഷ്യൂ ഉണ്ടായില്ല കേട്ടോ. എനിക്ക് മുഖം ഓക്കെ ആയിരുന്നു, ഒരു ബേണിങ് ഫീലോ ഇറിറ്റേഷനോ ഒന്നും ഉണ്ടായില്ല. അപ്പം ഞാനിത് പിന്നെ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം അങ്ങനെ കുറച്ച് ഒരു 4-5 ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങി കുറച്ചായിട്ട്. അപ്പം എനിക്ക് ഒരു ഇഷ്യൂ വന്നില്ല. എനിക്ക് പിന്നെ ഈ പ്രൊഡക്റ്റ് നല്ലതായിട്ട് തോന്നി കേട്ടോ. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 1 മന്തായിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാണ്. അപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ ഓപ്പൺ പോഴ്സൊക്കെ കുറച്ച് ഇൻവിസിബിളായിട്ട് ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. എനിക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ അങ്ങനെ തോന്നി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അത് ചെയ്താലും നമ്മൾ ആദ്യത്തെ 2-3 ദിവസം കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഓക്കെ ആണെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അത് നിങ്ങൾ ഡെയിലി എന്താണോ ചെയ്യുന്നത് അതുപോലെ ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനത് ആരും വാങ്ങിത്തേക്കാൻ പറയുന്നില്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. പിന്നെ അപ്പോൾ എല്ലാവരും സുന്ദരന്മാരായിട്ടിരിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എനിക്ക് ലൈക്ക് അടിക്കണം. അപ്പോൾ ബൈ.